പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയുടെ മുൻവശത്താണ്. ഇവിടെ നമ്മുടെ പുതുപ്പള്ളിപ്പള്ളിയുടെ മുൻവശത്ത് ഒരു പാലത്തിൻ്റെ അവിടെ ചില മണ്ണടിക്കുന്നുണ്ട്. നമുക്കിത് നിയമപരമാണോ നമുക്ക് നോക്കാം. പുതുപ്പള്ളിപ്പള്ളിയുടെ മുൻവശത്തുള്ള പാലത്തിൻ്റെ സൈഡിൽ ഒരു പുതിയ ബിൽഡിംഗ് പണിയുന്നുണ്ട്. അതിൻ്റെ മുൻവശത്താണ് മണ്ണടിച്ച്, അത് പുറമ്പോക്ക് സ്ഥലമാണ്. പള്ളിയുടെ മുൻവശത്ത് ഈ സ്ഥലം പുറമ്പോക്കാണ്. കണ്ടോ, കൊടൂരാറിൻ്റെ തീരാണ്. അപ്പം അവിടെ അവർ മണ്ണടിച്ച് അങ്ങോട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം രാവിലെ നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞ് ഞാൻ അവിടെ പോയതാണ്. അവിടെ ചെന്നിട്ട് ഞാൻ വാർഡ് മെമ്പറെ വിളിച്ച് ചോദിച്ചപ്പോൾ വാർഡ് മെമ്പർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു മണ്ണടിക്കുന്ന കാര്യത്തെപ്പറ്റി അറിഞ്ഞിട്ടില്ല. അപ്പം മെമ്പറോട് ഒരാൾ ഇതുപോലെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പം മെമ്പർ വില്ലേജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് അറിയണമല്ലോ, ഇതിന് പെർമിഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് അറിയണം. അതിനുവേണ്ടി ഞാൻ നമ്മുടെ പുതുപ്പള്ളി വില്ലേജ് ഓഫീസ് ഒന്ന് പോയി കാണാം. അപ്പം നമുക്ക് നിങ്ങളത് കണ്ടല്ലോ ഇത്ര ഭാഗത്ത്. പക്ഷേ അവർ ബിൽഡിംഗ് പണിതപ്പോഴത്തേന് അവിടെ എല്ലാം എനിക്കൊന്ന് ഇനാഗ്രേഷൻ ആണെന്ന് തോന്നുന്നു, അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കാം. എങ്കിലും അത് തെറ്റാണ്. അപ്പം നമുക്ക് വില്ലേജ് ഓഫീസറെ കണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് അറിയാം. അപ്പം നമുക്ക് നേരെ വില്ലേജ് ഓഫീസറോട് പോകാം. അപ്പോൾ ഇതാണ് പുതുപ്പള്ളിയിലെ വില്ലേജ് ഓഫീസ്. അപ്പം വില്ലേജ് ഓഫീസറോട് ഞാൻ കയറി കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് മെമ്പർ വിളിച്ചായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണറെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോഴത്തേന് നിങ്ങൾ കാണിച്ച തെറ്റാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. കാരണം സർക്കാരിൻ്റെ വസ്തു നമുക്ക് മണ്ണടിച്ച് പൊക്കാനോ മറ്റുള്ള ഒന്നിനും ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം അത് പഴയപടി തന്നെ നിലനിർത്തിക്കോളാമെന്ന് ബിൽഡിംഗ് ഓണർ വില്ലേജ് ഓഫീസറെ വിളിച്ച് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മണ്ണ് ഇപ്പോൾ ഇട്ട മണ്ണ് മുഴുവൻ അവിടെ നിന്ന് നീക്കം ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പുറമ്പോക്ക് സ്ഥലം തന്നെയാണ്. അപ്പം നമുക്ക് വില കൊടുത്ത് മേടിച്ചിരിക്കുന്ന വസ്തുവിൻ്റെ അകത്ത് മാത്രം മണ്ണടിക്കാനും മറ്റുള്ള ആവശ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ഒരു കാരണവശാലും സർക്കാരിൻ്റെ വസ്തുവിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ ഇവിടെ വില്ലേജ് വന്നപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ടായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പയ്യപ്പാടിയിൽ ഒരു 3 വർഷമായിട്ട് ആധാരം പോക്കുവരവ് ചെയ്ത് കിട്ടാത്തതിനെപ്പറ്റി അവിടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ താലൂക്കിൽ നിന്ന് ഇവർക്ക് മെസ്സേജ് വന്നു, പുതുപ്പള്ളി വില്ലേജ് ഓഫീസോട്ട് മെസ്സേജ് വന്നു. അപ്പോൾ അതിൻ്റെ ഫയലെല്ലാം പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അവർക്ക് അതിൻ്റെ പോക്കുവരവ് ചെയ്ത് കിട്ടുമെന്നാണ് വില്ലേജ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്.